എല്ലാവർക്കും നമസ്കാരം. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തേങ്ങയോ പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന കറിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. കർമൂസ വെച്ചിട്ടൊരു വറവ് ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചേമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാർ ചീരേൻ്റെ 3-4 തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് പരിപ്പ് ഇട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഒരു കഷ്ണം കർമൂസ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറുത്തെടുക്കാം. ഒരു 4 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച കർമൂസ ഇട്ട് കൊടുക്കാം. 5-6 കാന്താരി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ചെറിയ തീയിലിട്ട് വേവിച്ച് പെട്ടെന്ന് കർമൂസ കൊണ്ടുവയ്ക്കാം. പരിപ്പ് കഴുകി ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിലാക്കി എടുക്കാം. ചേമ്പും ഒരു തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ ചീര അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളൊന്ന് ചൂടാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു വിസിലാക്കി എടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ റെഡിയായി. നമ്മളെ കർമൂസ വറവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറും റെഡിയായി. പപ്പടം വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം.